മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPM-ൽ വിമർശനം. VC നിയമനത്തിലെ സമവായം ഗുണം ചെയ്യില്ലെന്ന് നേതാക്കൾ. PM ശ്രീ നിലപാടിൽ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകുമെന്നും വിലയിരുത്തൽ. CPM സെക്രട്ടേറിയറ്റിലാണ് രൂക്ഷ വിമർശനം. തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, എന്താണ് വിമർശിച്ച് പറയുന്നത് പാർട്ടി? ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിലൊരു സമവായത്തിലെത്തണം എന്ന കാര്യം, അല്ലെങ്കിൽ ആ സമവായത്തിലേക്ക് പോകുന്ന ഗവർണറുമായി ഒത്തുതീർപ്പ് ഉണ്ടാകുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യം മുഖ്യമന്ത്രി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിച്ചിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ ആ സെക്രട്ടേറിയറ്റിൽ വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇത് ഈ ദൂരവ്യാപകമായി പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു തീരുമാനമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ സെക്രട്ടേറിയറ്റിൽ വിമർശനങ്ങളായിട്ട് ഉയർന്നുവെന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ PM ശ്രീയിൽ സംഭവിച്ചതുപോലെയുള്ള PM ശ്രീയിൽ ഒപ്പുവെച്ചതും പിന്നീട് അത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയും CPM-ന് തന്നെ അത് കുരുക്കായി മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു, വിമർശനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിലേക്ക് ഇതും, അതായത് VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള സമവായവും അത് ഉണ്ടാകുമെന്ന് തന്നെ ആണ് വിമർശനങ്ങളായിട്ട് ഉയർന്നത്. സ്വാഭാവികമായും മുഖ്യമന്ത്രി ഇത്തരമൊരു കാര്യം ഈ CPM സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നീട് എതിർസ്വരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ആരും അങ്ങനെ മറുപടിയൊന്നും പറയുന്നതല്ല. പക്ഷെ ഇവിടെ നേരെ മറിച്ച് സംഭവിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതില് അതായത് മുഖ്യമന്ത്രി ഉന്നയിച്ചപ്പോൾ തന്നെ നിരവധി നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ആശങ്ക അറിയിക്കുകയും അതിലൊരു വിമർശനങ്ങളായിട്ട് ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇത് ഈ പെട്ടെന്ന് ഇങ്ങനെയുള്ള തീരുമാനമെടുക്കുന്നത്, ഗവർണറുമായും ഒരു സമവായം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒത്തുതീർപ്പ് എന്ന നിലയിൽ ഒരു തീരുമാനമെടുക്കുന്നത് അത് ചിലപ്പോൾ പാർട്ടിക്ക് ഗുണം ചെയ്യില്ല, അല്ലെങ്കിൽ പാർട്ടിയെ തന്നെ പ്രതികൂട്ടിലാക്കുന്ന നിലപാടിലേക്കൊക്കെ എത്തിച്ചെല്ലാൻ സാധ്യതയില്ലേ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ തന്നെ മുഖ്യമന്ത്രിക്ക് എതിർവാക്കായി ചോദിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റിലായാലും CPM-ലായാലും ശരി, പിണറായി വിജയനെതിരെ എതിർസ്വരങ്ങൾ ഉയർന്നു വരുന്നു എന്നതിന്റെ ഒരു സൂചനകൾ കൂടിയാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത്രയും കാലം ഏകാധിപതിയായിട്ട് എതിർസ്വരങ്ങൾ ഇല്ലാതെയായിരുന്നു പിണറായി വിജയൻ പാർട്ടിയിലെ ഒരു ഏകാധിപത്യം കാത്തു സൂക്ഷിച്ചതെങ്കിൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിനൊക്കെ ശേഷമാണ് ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് തന്നെ പിണറായി വിജയനെതിരെ എതിർസ്വരങ്ങൾ ഉണ്ടാകുന്നു എന്നതുകൂടിയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അതിന്റെ സമവായം എത്തിച്ചേരണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ളൊരു രൂക്ഷമായ വിമർശനം മറ്റ് അംഗങ്ങളിൽ നിന്നും ഉണ്ടായത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ നാളെ കൂടുതൽ ചർച്ചയാകുന്ന ഒരു വാർത്തയാണിത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPM-ൽ വിമർശനം വരുന്നു. പ്രശാന്ത്, അതായത് തെരഞ്ഞെടുപ്പ് പരാജയം ഒരു വശത്ത് നിൽക്കുന്നു, ചെറിയ പരാജയമല്ല, കനത്ത പരാജയമാണ്. ആ സമയത്ത് പാരടിപ്പാട്ടിൻ്റെ കേസ് വരുന്നു. അതിന് മുകളിൽ പ്രതിഷ്ഠിച്ച് രക്ഷപ്പെടാനൊരു ശ്രമം നടത്തുന്നു. വിവാദം അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് CPM-ഉം സർക്കാരും പിണറായി വിജയനും ഒക്കെ ആഗ്രഹിക്കുന്നു. അപ്പോൾ കിട്ടിയ അവസരം പാർട്ടിക്കുള്ളിൽ ചിലരെങ്കിലും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ ചിലരെങ്കിലും ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, പാർട്ടിയിൽ നിന്നും പിണറായി സ്വാധീനം കുറയുന്നുവോ എന്നതാണ് മറ്റൊരു ചോദ്യമായിട്ട് ഉയരുന്നത്. കാരണം എതിർസ്വരങ്ങൾ ഇല്ലാതിരുന്ന ഒരിടത്ത് ഇപ്പോൾ അത് ചോദിക്കുവാനുള്ള ആളുകൾ, അല്ലെങ്കിൽ ചോദിക്കാൻ മറ്റുള്ള അംഗങ്ങൾ ആർജവം കാണിക്കുന്നത് തന്നെ പിണറായിയുടെ ഒരു പാർട്ടിയിൽ നിന്ന് പിണറായിയുടെ ഒരു പിടി അയന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ, പിണറായി വിജയനെതിരെ ഇതിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ഇനി വിവരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് നടന്നത്, ആരൊക്കെയാണ് സംസാരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. പ്രാഥമികമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം, ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി ഈ വിഷയം അവതരിപ്പിക്കുന്നു. ഇതിനൊരു സമവായം വേണം, VC നിയമനത്തിലെ സമവായം വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു വിഷയം അവതരിപ്പിക്കുന്നു. ആ വിഷയത്തിനെതിരെ വലിയ രീതിയിൽ മുഖ്യമന്ത്രിക്ക് തന്നെ വിമർശനങ്ങൾ ഉയരുന്ന രീതിയിലേക്ക് അംഗങ്ങൾ പ്രതികരിച്ചു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആരൊക്കെയാണ് പ്രതികരിച്ചതെന്ന് അറിയില്ല. MABB അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. പിണറായി വിജയനെതിരെ CPM-ൽ വിമർശനം ഉയരുന്നു. VC നിയമനത്തിലെ സമവായം ഗുണം ചെയ്യില്ല. PM ശ്രീ നിലപാടിൽ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകുമെന്നും വിലയിരുത്തൽ. ഈ വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.